ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സൺഡേ ഈവനിങ്ങിൽ ഞാനും ഏട്ടനും മക്കളും കൂടെ നമ്മളെ കൊല്ലം ബീച്ചിൽ പോയിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി മിനി വ്ളോഗാണ് കേട്ടോ, ഒരു തട്ടിക്കുട്ടി വ്ളോഗ് അതൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നല്ല സൺസെറ്റ് ആയിരുന്നു. ഒരു 6:15 മണിയൊക്കെ ആയി കാണും കേട്ടോ, വൈകിട്ട് നല്ല സൺസെറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടൻ ദാ പൂർണ്ണമായും താന്നു കഴിഞ്ഞു. അതിന് ശേഷം ഞാനും ഏട്ടനും മക്കളും കൂടെ ഇങ്ങനെ കടലിലോട്ട് നോക്കി വായി നോക്കി നിൽക്കുക കേട്ടോ. വേറൊന്നുമല്ല, കടലിൽ ഇറങ്ങണമെന്നുമുണ്ട്, എന്നാൽ ഡ്രസ്സ് നനയുമല്ലോ എന്നൊരിത്. മോനാണെങ്കിൽ കടലിൽ ഇറങ്ങിക്കോളാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയും ഒറ്റയ്ക്ക് നിന്ന് ആരെങ്കിലും പിടിച്ചോട്ട് പോകുന്നൊക്കെ പറയുമോ മോനോട്. അപ്പോൾ എന്താ ഏട്ടൻ നോക്കുക കേട്ടോ, ഫോട്ടോ എടുക്കുമെന്ന് വെച്ചാട്ടാ പുള്ളി നോക്കിയത്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ കടലിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന്. കുറേ പേരൊക്കെ കടലിലോട്ടൊക്കെ ഇറങ്ങി കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നല്ല ലോങ് ഡ്രസ്സായിട്ടോ ഇട്ടിരുന്നത്, ലോങ് ആയിട്ടുള്ള ടോപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ അധികം ഇറങ്ങിയില്ല. അങ്ങനെ ഇതാ നമ്മൾ കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഏട്ടൊക്കെ മോക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. ദൂരം നിന്ന് ഒരുപാട് ബോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ, പക്ഷേ ഫോണിൽ ക്ലിയർ ഇല്ല കേട്ടോ, അതാ കാണാൻ ഒക്കാത്ത. അപ്പോൾ അതൊക്കെ ഏട്ടൻ മോക്ക് കാണിച്ചെടുക്കുക. അതിന് ശേഷം മോന് ഭയങ്കര നിർബന്ധം, അവന് കടലിൽ ഇറങ്ങണം. അങ്ങനെ ഇതാ ഏട്ടൻ മോനെയും കൊണ്ട് ഇറങ്ങുവാണ്. ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു തിര പോലും വന്നില്ല. അത്രയും നേരം നല്ല പോലെ തിര അടിച്ചുകൊണ്ടിരുന്നതാണ്. ഏട്ടനും മോന് നിന്നപ്പം തിര അവരടുത്തോട്ട് പോലും എത്തുന്നതേയില്ല. ഇത് പറയാനായില്ലേ. അങ്ങനെ കുറേ നേരം നിന്ന് തിര എത്തിപ്പോലെങ്കിലും ഒന്ന് അടുത്തോട്ട് വരാം. എന്തായാലും നിന്നടക്കി നിന്ന് അവർ കുറച്ച് ഏകദേശം ഒന്ന് താഴോട്ടോട്ട് പോയി നിന്ന്, അപ്പോഴെങ്കിലും വരുമോ നോക്കാൻ. എന്നിട്ടോ എവിടെ നിന്ന് അത് അവർ അങ്ങോട്ട് ചെല്ലും തോറും അത് തിരിച്ച് അങ്ങോട്ട് പോവുക. അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തിര അടിച്ചു കേട്ടോ. അടിച്ചതാ കയറി വരും. അപ്പം മോൻ്റെ കാല് നനയ്ക്കാൻ പോയ പുള്ളിയുടെ വെപ്രാളം കേട്ടോ, പേടിയാവണം തോന്നുന്നു പുള്ളിക്ക്. അങ്ങനെതാ കുറച്ച് നേരം നിന്നപ്പോൾ ഒരു നല്ല വലിയ തിര, അത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന സൈഡിലോട്ട് പോലും നല്ല പോലെ വെള്ളം ഇങ്ങനെ അടിച്ചു കയറും. അതാ ഈ വരുന്ന തിര നല്ലപോലെ ഇങ്ങനെ അടിച്ചു കയറി വന്നു കേട്ടോ. അപ്പോൾ അതാ ഇനി നനഞ്ഞില്ല എന്നൊരിത് വേണ്ട, രണ്ടുപേരും നല്ലപോലെ നനഞ്ഞു കഴിഞ്ഞു. മോനെ തൃപ്തിയായെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അതിന് ശേഷം കുറേ നേരമൊക്കെ ഞങ്ങളവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടൊക്കെ നിന്ന്. പിന്നെ ഏകദേശം ഒരു ഇരുട്ടൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ കോളിഫ്ലവർ ഫ്രൈ അങ്ങനെയുള്ള സാധനം പൊരിപ്പ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും മോനും മോളും കൂടെ അങ്ങോട്ട് പോയി. അവിടെ നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടല്ലോ, അത് 2 വാങ്ങിച്ച് നമ്മൾ അവിടെ പോയിരുന്ന് കഴിച്ചു. മോന് ഒരുപാട് ഇഷ്ടമായി ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത സാധനം, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങളിന്ന് കഴിച്ച് അതിന് ശേഷം പിന്നെ മക്കളുടെ കളിയായി. അല്ലൂസ് 4 ചുറ്റും കിടന്ന് ഓടിക്കളിക്കുക. എന്തൊരു സന്തോഷം അല്ലൂസിന്. ഒരുപാട് ദിവസം കൊണ്ടേ പറയുക കേട്ടോ, ബീച്ചിൽ വരണമെന്ന്. അപ്പോൾ എന്തായാലും ഈ സൺഡേ ഏട്ടന് ലീവ് ഉള്ളതുകൊണ്ട് നമ്മൾ ബീച്ചിൽ വന്നു. മക്കൾക്കൊക്കെ ഒരുപാട് നേരം അവിടെ നിന്ന് കളിക്കാൻ പറ്റി. പിന്നെ മണ്ണിക്കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ആ പാർക്കിൻ്റെ അങ്ങോട്ട് സാധനങ്ങളൊക്കെ വിൽക്കാൻ ഇട്ടേക്കുന്നല്ലേ, അങ്ങോട്ട് പോയി കേട്ടോ. അങ്ങോട്ട് പോയി അവിടെ വേറെ എന്തോ ആർക്കെ മാളിൻ്റെ എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു. അതിൻ്റെ കുറേ വോയിസൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ മോനിടയ്ക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ് വാശിയും പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വെച്ച് പോയി. നല്ല അത്തറിൻ്റെ മണം, ഈ സമയത്ത് നല്ല അത്തറിൻ്റെ മണം ഇങ്ങനെ വരും. അത്തർ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നല്ല ചീപ്പ് റേറ്റിനൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഐറ്റംസൊക്കെ. പിന്നെ പുതിയ ഫുഡ് ഐറ്റംസൊക്കെ ഇപ്പം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ കൂടുതൽ കഴിക്കാൻ നിന്നില്ല, മക്കളും ഉള്ളതുകൊണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ഈ പണ്ടത്തെ കുറേ മുട്ടായി ഐറ്റംസൊക്കെ ഉണ്ടല്ലേ, ഇതാണ്ട് ഇവിടെ ഇട്ട് വിൽക്കുന്നുണ്ട്. അതങ്ങനെ അതിൽ നിന്ന് കുറച്ച് മുട്ടായികളൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുട്ടായി ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു.
മോൻ പറയുക അതിൻ്റെ കളർ ജെയിംസ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അപ്പോൾ അത് അവന് വേണം. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല, കാര്യം അത് അവന് വയറ്റിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തില്ല. അല്ലാതെ വേറെ ഐറ്റംസ് മുട്ടായിയൊക്കെ നമ്മൾ വാങ്ങിച്ചു. അതിന് ശേഷം പിന്നെ വീട്ടിൽ പോയി കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം കഴിച്ചില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് മേടിച്ച മുട്ടായി കേട്ടോ, പുളി മുട്ടായി വാങ്ങിച്ചു, ഒരു നെയിൽ പോളിഷ്, ഒരു ജിമിക്ക് കമ്മൽ, മോക്ക് സ്ലൈഡ്, പിന്നെ ബോംബെ പുട, പിന്നെ ഈ 2 കാറ് വാങ്ങിച്ചു കേട്ടോ. ചുമപ്പ് മോക്കും നീല മോനും വാങ്ങിച്ചു. പിന്നെ ഈ ഒരു കോരി കണക്കിരിക്കുന്ന മുട്ടായി, പിന്നെ ഒറിജിനൽ പോപ്പ്, ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുന്ന എന്തോ ഒരു സാധനം, അത് വാങ്ങിച്ചു. പിന്നെ ഈ മുട്ടായിയുടെ പേരെനിക്ക് അറിയാൻ ഞാൻ മറന്നുപോയി, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കഴിച്ചിട്ട് പക്ഷെ മറന്നുപോയി. പിന്നെ നമ്മുടെ ജെല്ലി മുട്ടായി, അങ്ങനെ ബോംബെ പൂട, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ അതൊക്കെ ഇരുന്ന് കഴിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.